എഫിന് രാഷ്ട്രീയമായി മേൽക്കൈയുള്ള മണ്ഡലം തന്നെയാണ്. പക്ഷേ അപ്പോഴും ഇത്ര വലിയ ഒരു ഭൂരിപക്ഷം യു.ഡി.എഫ് നേടുന്നു എന്ന് പറയുന്നത് ഭരണത്തിൻ്റെ വിലയിരുത്തൽ കൂടിയാണ്. അതിൻ്റെ ഭരണത്തെ വിലയിരുത്തിയിട്ടുള്ള ഒരു തിരിച്ചടിയാണ് എൽ.ഡി.എഫിന് ഉണ്ടായതെന്നാണ് പൊതുവെ പറയുന്നത്. അല്ല, പലതരത്തിലുള്ള വിലയിരുത്തലുകൾ വരും. ഇപ്പോൾ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് അംഗീകരിച്ചാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ, നടപടികൾ അതിനെയെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് പറയേണ്ടി വരും. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. അത് പ്രാഥമിക ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന ഫലമായി വലിയ മാറ്റങ്ങൾ നാട്ടിലുണ്ടായി. ആ മാറ്റങ്ങൾ ജനങ്ങൾ നിരാകരിച്ചുവോ, അങ്ങനെ ഒരു നിഗമനത്തിൽ നമുക്ക് എത്താൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് ചില ഉദാഹരണങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ചതാണ്. ഇപ്പോൾ LDF ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ജനങ്ങൾ വിപ്രതിപത്തി പ്രകടിപ്പിച്ചു, അതിനെ തള്ളിപ്പറഞ്ഞു എന്നാണ് നാം എത്തുന്ന നിഗമനമെങ്കിൽ LDF ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായി വന്നതാണ് പവർ കട്ടില്ലാതായി. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പവർ കട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണോ? അത് നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ, ഇപ്പോൾ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 1600 രൂപയായി പെൻഷൻ വർദ്ധിപ്പിച്ചത് വിതരണം ചെയ്യുന്നത് ഈ LDF ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ജനങ്ങൾ അതിനെ നിരാകരിച്ചുവോ, ഇനി പെൻഷൻ നിർത്തിവെക്കണമെന്നാണോ ഈ ജനവിധി എന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നമാണ്. ലൈഫിൽ 5 ലക്ഷത്തോളം വീടുകൾ നമ്മൾ കൊടുത്തു. അപ്പോൾ ജനങ്ങൾ അതിനെതിരാണോ? അപ്പോൾ അതൊന്നും ഒരിക്കലും ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തിയിട്ടാണോ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് പരിശോധിച്ചാൽ അങ്ങനെയാണ് എന്ന് പറയാനാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പ്രാഥമിക ഘട്ടത്തിൽ സർക്കാരിൻ്റെ അത്തരം പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു വിധിയെഴുത്താണ് എന്ന് തോന്നുന്നില്ല. അപ്പോൾ ബാക്കി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ പരിശോധിക്കാം. തെരഞ്ഞെടുപ്പ് സൂക്ഷ്മമായി വിശകലനം ചെയ്യുമല്ലോ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രാഥമിക കാര്യം മാത്രമല്ലേ നോക്കുന്നുള്ളൂ. സൂക്ഷ്മമായി വിശകലനം ചെയ്യും. അതിൽ ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും ഉൾക്കൊള്ളും. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ, അവർക്ക് വല്ല വ്യാമോഹവും വന്നിട്ടുണ്ടോ, അവർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ, അതവരെ ശരിയായി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. എന്നിട്ട് ധീരമായി മുൻപോട്ട് പോകും. ഞങ്ങൾ മുൻപോട്ട് വെച്ച രാഷ്ട്രീയം, കറകളഞ്ഞ മതനിരപേക്ഷ നിലപാട്, കേരളത്തിൻ്റെ സമഗ്രമായ വികസനം, ഇത്തരം കാര്യങ്ങളിലൊന്നും ഏതെങ്കിലും തരത്തിൽ പിശകുണ്ട് എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്നില്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയം ശരിയായി തന്നെ വിലയിരുത്തപ്പെട്ടുകൊള്ളണമെന്നുമില്ല. നമുക്ക് സാവകാശത്തിൽ അതെല്ലാം ശരിയായി തന്നെ പരിശോധിക്കാം. ശരിയായി പരിശോധിച്ച് നാടിനും ജനങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്തി മുൻപോട്ട് പോകും.